വടക്കാഞ്ചേരിയിൽ ഇനി ഈസിയായി ഐഫോൺ കിട്ടും. 0 ഡൗൺ പേയ്മെന്റിൽ 0 ഇൻട്രസ്റ്റോടെ. എല്ലാവിധ സ്മാർട്ട് ഫോണുകളും തവണ വ്യവസ്ഥയിൽ. എല്ലാ ഫോണുകളുടെയും സർവീസിംഗിന് വിദഗ്ധരായ ടെക്നീഷ്യൻസിന്റെ സേവനം. ഡിസ്പ്ലേ, ബാറ്ററി എന്നിവ 10 മിനിറ്റിൽ സർവീസ്. ഫോൺ സോൺ ബോയ്സ് ഹൈസ്കൂളിന് സമീപം സ്കൈ ബിൽഡിംഗ് വടക്കാഞ്ചേരി. ആക്സിസ് ബാങ്കിന് സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി. കോൺടാക്ട് 6282044114 8156 812121. VCV ന്യൂസിൻ്റെ നാട്ടിലോട്ട് എന്ന പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് വടക്കാഞ്ചേരി നഗരസഭയിലെ 21-ാം ഡിവിഷനിലെ എങ്കക്കാട് ഉങ്ങിൻതറയ്ക്ക് സമീപമാണ്. ഇവിടുത്തെ UDF സ്ഥാനാർത്ഥി PK വിജയൻ നമ്മോടൊപ്പമുണ്ട്. തെരഞ്ഞെടുപ്പിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. നമസ്കാരം. നമസ്കാരം. എന്തൊക്കെയുണ്ട് തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ? വളരെ ഭംഗിയായിട്ട് പോകണം. ഞങ്ങൾ വളരെ മുന്നിലാണ്. വളരെ ഭംഗിയായിട്ട് പോകണം. ഇദ്ദേഹം നേരത്തെ പഞ്ചായത്ത് മെമ്പറായിരുന്നു. നാട്ടുകാർക്കൊക്കെ സുപരിചിതനാണ്. എങ്ങനെ നാട്ടുകാരൊക്കെ കണ്ടോ? നാട്ടുകാരെ കണ്ടു വെച്ചാലേ നമുക്കങ്ങനെ നാട്ടുകാരെ കണ്ടു വെച്ചാൽ എന്നും നാട്ടുകാരെ കാണുന്ന ഒരാളാണ് ഞാൻ. എന്നും നാട്ടുകാരെ കാണേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് കാണേണ്ട ആവശ്യമില്ല. പക്ഷേ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തതിന് ശേഷം നമ്മളൊരു 2 റൗണ്ട് കഴിഞ്ഞു. ഒറ്റയ്ക്ക് റൗണ്ട് കഴിഞ്ഞു, അതുപോലെ ഞങ്ങളുടെ സ്ക്വാഡ് റൗണ്ട് കഴിഞ്ഞു. ഞാൻ സ്ഥാനാർത്ഥിയാണെന്നുകൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തുക, അത്രയേ ഉള്ളൂ. അതെ, തീർച്ചയായിട്ടും ഞാൻ സ്ഥാനാർത്ഥിയാണെന്ന്, സ്ഥാനാർത്ഥിയാണ്, എൻ്റെ ചിഹ്നം കൈപ്പത്തിയാണെന്ന് പറഞ്ഞിട്ട് ഒരു പരിചയപ്പെടുത്തില്ല, അത്രയേ ഉള്ളൂ. നമ്മോടൊപ്പം INDUC മണ്ഡലം പ്രസിഡന്റും കോൺഗ്രസിൻ്റെ മണ്ഡലം വൈസ് പ്രസിഡന്റുമായ ഗിരീഷ് ചേട്ടനുണ്ട്. ഗിരീഷ് ചേട്ടാ, എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളൊക്കെ? തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൻ്റെ ഇത്തവണ എല്ലാം വളരെ ചിട്ടയോടുകൂടി തന്നെ നമ്മളതിൻ്റെ ഓരോ ഘട്ടങ്ങളും കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ രാഷ്ട്രീയമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഈ വാർഡിൽ കഴിഞ്ഞ ഒരു 10 വർഷത്തെ ആ വികസന മുരടിപ്പ് എന്ന് തന്നെ പറയണം. ഇതിൻ്റെ തുടക്കകാലങ്ങളിൽ 10 വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന, അതായത് പഞ്ചായത്തിൽ കോൺഗ്രസിൻ്റെ ഇവിടുത്തെ മെമ്പർ ഉഷാ പീതാംബരൻ മെമ്പറായിരുന്ന കാലത്ത് നടത്തിയ വികസനങ്ങൾക്ക് അപ്പുറം ഒരു വികസനം നടത്താനായിട്ട് ഈ വാർഡിലൊന്നും സംഭവിച്ചിട്ടില്ല. ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല എന്ന് ഇവിടുത്തെ ജനങ്ങൾക്ക് മൊത്തം അറിയാം. അന്ന് CN ബാലകൃഷ്ണൻ MLA ആയിരുന്നു. അതുപോലെ തന്നെ സിന്ധു സുബ്രഹ്മണ്യം ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡൻ്റായിരിക്കുന്ന കാലഘട്ടത്തിൽ ഉണ്ടായ ചില ഫണ്ടുകൾ വന്നത്, അത് CN ബാലകൃഷ്ണൻ്റെ സ്പെഷ്യൽ ഫണ്ട് അനുഭവിച്ച ഈ എങ്കക്കാട് പ്രദേശത്ത് ഏറ്റവും കൂടുതൽ വഴികളുണ്ട്. ആ വഴികളെല്ലാം വളരെ ശോചനീയാവസ്ഥയിലായിരുന്നു. അതിനു വേണ്ടിയിട്ട് 20 ലക്ഷം രൂപ അദ്ദേഹത്തിൻ്റെ സ്പെഷ്യൽ ഫണ്ടായിട്ട് അനുവദിച്ചൊരു ഫണ്ടുണ്ടായിരുന്നു. അതന്ന് ടെൻഡറിങ് എല്ലാം കഴിഞ്ഞ് അത് പ്രവർത്തനത്തിലേക്ക്, അല്ലെങ്കിൽ അതിന് പണികൾ തുടങ്ങാൻ സാധിക്കുന്നതിന് മുമ്പ് തന്നെ ഇലക്ഷൻ ഡിക്ലെയർ ആയതുകൊണ്ട് പണി നടത്താൻ സാധിച്ചില്ല. അപ്പോൾ ആ 20 ലക്ഷം രൂപ പിന്നീട് വന്ന കൗൺസിലർക്ക്, കൗൺസിലർ അറിയുക പോലും ചെയ്യാതെ ആ 20 ലക്ഷം രൂപയുടെ ഫണ്ട് ഇവിടെ എല്ലാ റോഡുകളും ടാറിയിലും ഇതൊക്കെ നടന്നു. പക്ഷേ അത് പൂർണ്ണമായിട്ടും അതിന് മുന്നുള്ള ഉഷാ പീതാംബരൻ്റെ കാലത്തുണ്ടായിരുന്ന ഒരു ഫണ്ട്, അനുവദിച്ച ഫണ്ടും ആ ഫണ്ട് ഉപയോഗിച്ച് വെച്ചിട്ടുള്ളൊരു വികസനമാണ്. അതുപോലെ തന്നെ അതിനുശേഷം MLA ആയി വന്ന അനിൽ അക്കരെ, നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്ന ഈ ഉങ്ങന്തറ എന്ന് പറയുന്ന ഈ പ്രദേശം, അന്ന് കോൺഗ്രസിൻ്റെ യുവ നേതാവായ പ്രവീൺ, അദ്ദേഹത്തിൻ്റെ ഒരു സ്വപ്നമായിരുന്നു ഇത് ഇത്തരത്തിൽ ടൈൽസ് ഇടണമെന്ന്. അതിനുവേണ്ടി ഫണ്ടില്ലാതെ വന്നപ്പോൾ അനിൽ അക്കര MLAയുടെ ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് ഈ ഉങ്ങന്തറ ഇവിടെ ടൈൽസ് ഇട്ടതും. ഇവിടെ ഉണ്ടായിരുന്ന റോഡുകൾ, ഇപ്പോൾ ഈ പരിസരത്തുള്ള റോഡുകളൊക്കെ നിങ്ങൾക്ക് കണ്ടാറേ, ഇതാ ബോർഡുകളൊക്കെ വെച്ച്, ഇത് MLAയുടെ ഫണ്ടിൻ്റെ ബോർഡുകളൊക്കെ അടക്കം വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം ഈ വാർഡിൽ ശരിക്കും പറഞ്ഞാൽ ഈ വികസനങ്ങളും ഈ ഫണ്ടുകളും ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം ആകെ ഉണ്ടായിരിക്കുന്ന ഒരു 100 മീറ്റർ ടൈൽസ്, ഒരു വഴി ടൈൽ ചെയ്തതല്ലാതെ വേറെ ഒരു വികസനവും എന്ന് പറയാനൊന്നും ഇവിടെ വന്നിട്ടില്ല. ഇപ്പോൾ 2000 മുതൽ 2005 വരെ ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പറായിരുന്നു, വടക്കാഞ്ചേരി പഞ്ചായത്ത് ആയിരിക്കുന്ന സമയത്ത്. അപ്പോൾ എൻ്റെ ഇപ്പോൾ സാധാരണ ഒരു മെമ്പർക്ക്, എൻ്റെ നാട്ടുകാർക്ക് വേണ്ടിയിട്ട് ഞാൻ ഇന്ന കാര്യം ചെയ്തു എന്ന് മനസ്സിന് സംതൃപ്തി തോന്നാറുണ്ടല്ലോ. എന്തായിരുന്നു അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നോ? എൻ്റെ ഏറ്റവും വലിയ ഒരു നേട്ടം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ നാടിൻ്റെ ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത് കല്ലംകുണ്ട് പാലം തന്നെയാണ്. നമ്മുടെ കല്ലംകുണ്ട് പാലം എന്ന് പറഞ്ഞാൽ വടക്കാഞ്ചേരിയിൽ നിന്ന് എങ്കക്കാട്ടുകാർ മാത്രമല്ല ഉപയോഗിക്കുന്നത്, അത് മങ്കര, മാരാത്തൂന്ന്, പുന്നമ്പറമ്പ്, കുണ്ടുകാട് വരെ വലിയൊരു പ്രദേശത്തേക്ക് നീണ്ടു നിവർന്ന് കിടക്കുന്ന ആ വലിയ പ്രദേശത്തേക്ക് വടക്കാഞ്ചേരിയിൽ നിന്ന് ഒരു പാലം നിർമ്മിക്കാവുന്ന വലിയൊരു ടാസ്ക്കാണ്. അത് 2002-2003 കാലഘട്ടത്തിലാണ് അതിൻ്റെ വർക്ക് നടന്നിട്ടുള്ളത്. ആ പാലത്തിൻ്റെ ഫണ്ട് അന്നത്തെ
MLA ആയ വി ബൽറാം, ഞങ്ങളുടെ കോൺഗ്രസിൻ്റെ MLA ആയ വി ബൽറാം അനുവദിച്ച ഫണ്ട് അതുകൊണ്ടാണ് അത് നടത്തിയത്. അന്ന് അദ്ദേഹത്തെ കണ്ട് ഞങ്ങൾ ഇവിടുത്തെ എങ്കിക്കാട്ടിലെ കോൺഗ്രസ്സുകാരെ കൂടി അദ്ദേഹത്തെ കണ്ട് ആ ഫണ്ട് വാങ്ങിയെടുക്കാനും ആ പാലം യാഥാർത്ഥ്യമാക്കാനും അന്ന് സാധിച്ചു. കൂടാതെ വേറൊരു എനിക്ക് എടുത്തു പറയാവുന്നൊരു എൻ്റെ കാലഘട്ടത്തിൽ നടന്നൊരു വലിയ പദ്ധതിയാണ് എങ്കിക്കാട് കുന്നത്തുപറമ്പ് കുടിവെള്ള പദ്ധതി. അന്ന് CT ദേവസി ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരുന്നു. അദ്ദേഹത്തെ കണ്ട് എങ്കിക്കാട് കുന്നത്തുപറമ്പിൽ വലിയൊരു വാട്ടർ ടാങ്ക് നിർമ്മിക്കാനുള്ള ഫണ്ട് അനുവദിച്ചു തന്നു. അപ്പോൾ ഇത് രണ്ടും വലിയൊരു ഇന്നും എങ്കിക്കാട്ടിൽ ലൈവായി നിൽക്കുന്ന 2 പ്രൊജക്റ്റുകളാണ്. ഇപ്പോൾ വോട്ട് ചോദിച്ച് നമ്മൾ നാട്ടുകാരോട് സമീപിക്കുമ്പോൾ അവർ ഇന്ന കാര്യങ്ങളും ചെയ്യണം, അല്ലെങ്കിൽ ഇന്ന ഇതും കൂടി ചെയ്യാണ്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാറുണ്ടോ? തീർച്ചയായിട്ടും ഇവിടെ ഭയങ്കര പ്രശ്നമുണ്ട്. നിങ്ങൾ വിചാരിക്കുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നമാണ് കുടിവെള്ള പദ്ധതിയാണ്. എനിക്ക് 2012, 2012, 2023 അങ്ങനെ 10 വർഷം 11 വർഷക്കാലം ഞാൻ എങ്കിക്കാട് കുടിവെള്ള പദ്ധതിയായിട്ട് ഞാൻ അതിൻ്റെ സെക്രട്ടറി ആയിരുന്നു. ഗിരീഷ് അതിൻ്റെ പ്രസിഡൻ്റ് ആയിരുന്ന പോലെ ഞങ്ങളുടെ കമ്മിറ്റി അംഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു. 2012 മുതൽ 2023 വരെ സുഭിക്ഷമായിട്ട് 24 മണിക്കൂറും വെള്ളം കൊടുക്കുന്നൊരു കുടിവെള്ള പദ്ധതിയായിരുന്നു എങ്കിക്കാട് കുടിവെള്ള പദ്ധതി. എന്താ ചേട്ടൻ്റെ പേര്? എൻ്റെ പ്രകാശൻ ചെമ്പത്ത് എന്നാണ് എൻ്റെ പേര്. ഞാനിവിടുത്തെ വാർഡ് പ്രസിഡൻ്റാണ് കോൺഗ്രസിൻ്റെ. എങ്ങനെ പോകുന്നു തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളൊക്കെ? ഇവിടുത്തെ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള വാർഡുകളെ അപേക്ഷിച്ച് കോൺഗ്രസിൻ്റെ ഈ വാർഡിലെ പ്രവർത്തനം ഏകദേശം 4 മാസമായിട്ട് ഞങ്ങളതിൻ്റെ ഒരുക്കത്തിലാണ്. നല്ല രീതിയിലാണ് ഇവിടുത്തെ പ്രവർത്തനങ്ങൾ പോണത്. അതും സ്ഥാനാർത്ഥി നിർണയത്തിലാണെങ്കിലും ഒറ്റ അഭിപ്രായമുള്ള ഒരു സ്ഥാനാർത്ഥി എന്നുള്ളത്, അല്ലാതെ രണ്ടാമത്തെ ഒരാളെ നമ്മളില്ല. ചേട്ടൻ്റെ പേര്? ഉണ്ണികൃഷ്ണൻ. എന്താണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ കുറിച്ച് പറയാനുള്ളത്? തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ എങ്കക്കാട് കോൺഗ്രസ് എല്ലാ കാലത്തും എങ്കക്കാട് കോൺഗ്രസിൻ്റെ ഒരു തട്ടകമാണ്. ഇവിടെ എല്ലാം വികസനം എന്നുള്ളത് വാക്കിൽ മാത്രം പോരാ, അത് പ്രവൃത്തിയിൽ വേണം. അതിന് തീർച്ചയായിട്ടും ഇവിടെ വിജയം ജയിച്ചിരിക്കണം. വടക്കാഞ്ചേരി പഞ്ചായത്തായിരുന്ന സമയത്ത് 2000 എങ്കക്കാട്ടിൽ നിന്ന് വിജയിച്ചതിൻ്റെ ആത്മവിശ്വാസത്തിലാണ് 21ാം വാർഡിലെ UDF സ്ഥാനാർത്ഥി PK വിജയൻ ഇപ്പോൾ ജനവിധി തേടുന്നത്. അദ്ദേഹം തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. ഏതായാലും അദ്ദേഹത്തിന് എല്ലാവിധ വിജയാശംസകളും നേരുന്നു. വടക്കാഞ്ചേരിയിൽ ഇനി ഈസിയായി ഐഫോൺ കിട്ടും. 0 ഡൗൺ പേയ്മെന്റിൽ 0 ഇൻട്രസ്റ്റോടെ. എല്ലാവിധ സ്മാർട്ട് ഫോണുകളും തവണ വ്യവസ്ഥയിൽ. എല്ലാ ഫോണുകളുടെയും സർവീസിംഗിന് വിദഗ്ധരായ ടെക്നീഷ്യൻസിന്റെ സേവനം. ഡിസ്പ്ലേ, ബാറ്ററി എന്നിവ 10 മിനിറ്റിൽ സർവീസ്. ഫോൺ സോൺ ബോയ്സ് ഹൈസ്കൂളിന് സമീപം സ്കൈ ബിൽഡിംഗ് വടക്കാഞ്ചേരി. ആക്സിസ് ബാങ്കിന് സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി. കോൺടാക്ട് 6282044414 8156812121.